ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാലും ഇന്നും ഞാനൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളരെ സിമ്പിളായിട്ടുള്ള പരിപ്പോടയും അതുപോലെ ഒരു എഗ് ഫ്രൈഡ് റൈസുമാണ്. ഫ്രൈഡ് റൈസ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, ഇപ്പോൾ പരിപ്പോട ഉണ്ടാക്കാനാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 4 മണി ആവാറായിട്ടേ ഉള്ളൂ. ഫ്രൈഡ് റൈസ് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ചൂടോടെ കഴിക്കുന്നതല്ലേ നല്ലത്. 7-7:30 ആകുമ്പോൾ കഴിക്കാൻ പാകത്തിൽ അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈഡ് റൈസിനുള്ള റൈസ് വേവിച്ച് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ പരിപ്പോട ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. പരിപ്പോടയ്ക്കുള്ള പരിപ്പ് ഇതാ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വെള്ളം പോകാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടി എടുത്തു വെക്കാറില്ല, പക്ഷെ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. അപ്പോൾ ആദ്യം ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി അരച്ചെടുക്കാൻ പോവാണ്. ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക് ഇതെല്ലാം ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കും. ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൽ 2 പച്ചമുളക് ആദ്യം ഒന്ന് വറ്റൽമുളകിൻ്റെ കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കും. ഒരു 2 കറിവേപ്പിലയും ചേർത്ത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് ഞാനൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളം പോകാൻ എടുത്ത് വെച്ച പരിപ്പുണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരയണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. മുഴുവൻ പരിപ്പും അരച്ചെടുക്കില്ല, കുറച്ച് പരിപ്പ് ഞാൻ മാറ്റി വയ്ക്കും. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ പാകത്തിൽ കുറച്ച് പരിപ്പൊന്ന് മാറ്റി വയ്ക്കും. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പം ഇതാ പരിപ്പൊന്ന് ചെറിയ തരിതരിപ്പോടുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പരിപ്പോടയിലേക്ക് കടിക്കാൻ കിട്ടാൻ പാകത്തിനുള്ള പരിപ്പ് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ബാക്കിയുള്ള പരിപ്പും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നേരത്തെ പരിപ്പോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. കുറച്ച് സമയം വെറുതെ കിടന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് പരിപ്പോടെ ഉണ്ടാക്കൽ കുറച്ച് വൈകി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ വ്യത്യാസം വരുത്തി. എല്ലാം നേരത്തെ ആക്കി. രാത്രി 7:30 ആകുമ്പോൾ ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരത്തെ ഫുഡിൻ്റെ ടൈം നേരത്തെ ആക്കി. അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ ഉണ്ടാക്കുന്നത്. ഒരു 2:30-3 മണിയാകുമ്പോൾ വൈകുന്നേരം സ്നാക്ക് എന്താണെന്ന് വെച്ചാൽ അതുണ്ടാക്കും. സെക്കൻഡ് ബാച്ച് പരിപ്പും അരച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വീണ്ടും പച്ചമുളകൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ. പച്ചമുളകും വറ്റൽമുളകും പിന്നെ വീണ്ടും പച്ചമുളകും അങ്ങനെ ചേർത്തിട്ടാണ് ഞാൻ പരിപ്പോട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതാ വീണ്ടും കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളക് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലിയ പീസുകളായിട്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള പച്ചമുളകിന് നല്ല എരിവാണ്. അപ്പോൾ എടുത്ത് മാറ്റാൻ പാകത്തിന്, വേണമെങ്കിൽ എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റാൻ പാകത്തിന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എങ്ങനെയാണെങ്കിലും പിന്നെ എന്തിനാണ് പച്ചമുളക് ചേർക്കുന്നത്, ചേർക്കാതിരുന്നാൽ പോരെ എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ചേർക്കുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ്. ആ പച്ചമുളകൊന്ന് എണ്ണയിൽ കുക്കായി വരുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പരിപ്പുവടയ്ക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവോള. വലിയ സവോള വേണ്ട, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവോള. ഇതെല്ലാം ചേർത്തിട്ട് കുഴച്ച് തുടങ്ങുന്നതിന് മുൻപേ നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. എന്താണെന്ന് വെച്ചാൽ എണ്ണ ചൂടാക്കിയിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പരിപ്പോടയുടെ കൺസിസ്റ്റൻസി മാറിപ്പോവും. അതുകൊണ്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് കുഴയ്ക്കാം. ഇതെല്ലാം ഇത്രയും റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ സാധാരണ എണ്ണ ചൂടാക്കാൻ വയ്ക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ പരിപ്പോടയ്ക്കുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം വേസ്റ്റ് ആക്കി കളയാതിരിക്കാൻ വേണ്ടി ഞാൻ പാത്രം കഴുകി വെച്ചു. മിക്സി ഉണ്ടായിരുന്നല്ലോ,
മിക്സി കഴുകി വെച്ചു. പിന്നെ ഫ്രൈഡ് റൈസിനുള്ള റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. 1.5 കപ്പ് റൈസാണ് എടുക്കുന്നത്. ഒന്നര കപ്പ് റൈസ് ഒന്ന് ഞാൻ അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ വേണ്ട, 20 മിനിറ്റ് ആയാലും മതി. പക്ഷെ ഞാൻ അരമണിക്കൂർ വയ്ക്കുന്നുണ്ട്. കണ്ടോ, ബസ്മതി റൈസ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഇതെടുത്ത് വയ്ക്കട്ടെ. ഇനി റൈസ് കഴുകിയതിന് ശേഷമാണ് കേട്ടോ എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ റൈസ് കഴുകിയിട്ട് ഇട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവസാനം കഴുകി വരുമ്പോൾ റൈസ് പൊട്ടിപ്പോവും. അപ്പോൾ ആദ്യമേ തന്നെ റൈസ് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം സോക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ റൈസും സോക്ക് ചെയ്യാൻ വെച്ചു. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പോടേക്കുള്ള മിക്സ് കുഴച്ചെടുക്കാം. ഞാൻ ആദ്യം ഈ മെഷറിംഗ് കപ്സ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. സവോള ഞാൻ ഇങ്ങനെ അടർത്തിയല്ല, നേരെ കട്ട് ചെയ്ത് പരിപ്പിലേക്ക് ഇടുകയാണല്ലോ ചെയ്തത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. സവോള ഒന്ന് ഉതിർന്ന് വരണം. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കുഴച്ച് വെക്കുക. ഒരുപാട് സമയം കുഴച്ച് വെക്കരുത്. കുഴച്ച് വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അപ്പം പരിപ്പുവട ഇട്ട് കൊടുക്കുക. ഞാനൊരു സിമ്പിൾ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ്. അപ്പോൾ അതിന് റൈസ് തലേ ദിവസം വേവിച്ച് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. തലേ ദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ വേവിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ പരിപ്പുവടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ പരിപ്പുവട ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ പരിപ്പുവട ഇതുപോലെ ഉരുട്ടി കയ്യിൽ വെച്ചൊന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് വലിയ പരിപ്പുവട അല്ല കേട്ടോ. എൻ്റെ കൈ അധികം വലുതല്ലാത്തതുകൊണ്ട് എനിക്ക് ചെറിയ പരിപ്പുവട ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ശരിക്ക് കുറച്ചുകൂടി വലിപ്പത്തിലൊക്കെ പരിപ്പുവട ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പരിപ്പുവട ചെറുതായി പോകും. ഒരു 4-5 എണ്ണം ഒരു സമയത്ത് ഇടാൻ പറ്റും. ആ രീതിയിലാണ് ഞാൻ ഇടാറുള്ളത്. ഞാനൊരു 5 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. പരിപ്പോടെ ഇട്ടിട്ട് ഉടനെ തിരിച്ചിടാതിരിക്കുക. ഒരു മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും. പിന്നെ നമ്മുടെ മുട്ട ബജി പോലെ പേടിക്കൊന്നും വേണ്ട, പൊട്ടിത്തെറിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചായയും കൂടി വെച്ചിട്ട് വേണം കിച്ചൂസിനെ വിളിക്കാൻ. കിച്ചൂസ് നല്ല ഉറക്കമാണ്. സാധാരണ പകൽ ഉറക്കം ഇല്ലാത്തതാണ്, ഇന്ന് ഉറങ്ങിപ്പോയി. ചായയും കൂടെ റെഡിയാക്കിയിട്ട് വിളിച്ച് എഴുന്നേൽപ്പിക്കാമെന്ന് വിചാരിച്ചു. പരിപ്പോട ഒരുപാട് കളർ മാറുന്നത് ഒരു എണ്ണയിലിട്ട് വറുത്ത് പോരണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പോട നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ ഒന്നുകൂടി കളർ മാറും. അത് നമ്മൾ എന്ത് സ്നാക്സ് എണ്ണയിൽ വറുത്ത് പോരുന്നത് ഉണ്ടാക്കിയാലും ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റി ചൂട് മാറിക്കഴിയുമ്പോൾ കളർ മാറും. അപ്പോൾ ഇത് ആദ്യത്തെ പരിപ്പോടൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് ആദ്യം ഇട്ട പരിപ്പോട എടുക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഈ ഒരു കളറാകുമ്പോൾ ആദ്യത്തെ പരിപ്പോട നമ്മൾ ഈ ഒരു കളറാകുമ്പോഴാണ് നമ്മൾ പരിപ്പോട എണ്ണയിൽ നിന്ന് എടുക്കുന്നത്. ഈ ഒരു കളറ് മതി. ഇനി എല്ലാ പരിപ്പോടയും ഈ ഒരു കളറാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പരിപ്പോടയുള്ള ലാസ്റ്റ് ബാച്ച് ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. സാധാരണ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടാക്കിയിരുന്ന പോലെ അല്ല കേട്ടോ ഇപ്പം ഞാൻ ചായ ഉണ്ടാക്കുന്നത്. ആദ്യം ചായപ്പൊടി ഇട്ട് ചായ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞിട്ടാണ് പാലൊഴിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പുതിയ ചായപ്പൊടിയാണ് എടുത്തതെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ ചായ ഉണ്ടാക്കുന്നത്. ഒന്ന് ചായപ്പൊടിയുടെ കടുപ്പമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പാലൊഴിക്കുന്നത്. ഇല്ലെങ്കിൽ ചായപ്പൊടിയുടെ കടുപ്പം കറക്റ്റ് ആവുന്നില്ല. ചായപ്പൊടിയുടെ അല്ല, ചായയുടെ കടുപ്പം കറക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചായ ഉണ്ടാക്കുന്നത്. ഒരു ഇത്തിരി വെള്ളത്തിൽ ചായപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ പാലൊഴിച്ചിട്ട് സാധാരണ പോലെ ചായ ആക്കി എടുക്കും. അപ്പോൾ അരി ഇവിടെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ ഫ്രൈഡ് റൈസിനുള്ളത്, അത് വെള്ളം പോകാൻ വേണ്ടി അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിക്കാൻ വയ്ക്കണം. അപ്പോൾ ചായ റെഡി ആവുന്ന സമയം കൊണ്ട് ഒരു പാൻ കഴുകിയെടുക്കണം. പാൻ എടുക്കട്ടെ. നമ്മുടെ ചായയുടെ
കടുപ്പം കറക്റ്റായി വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് ആദ്യം പാൽ ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി പാനും കൂടി കഴുകി പാനിലേക്ക് വെള്ളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസും വേവിക്കാൻ വയ്ക്കും. ഞാനിപ്പോൾ റൈസ് വേവിക്കാനുള്ള വെള്ളവും കൂടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. റൈസിന് ആവശ്യമായ ഉപ്പ്, കുറച്ച് വെജിറ്റബിൾ ഓയിൽ, ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ചായയും തിളയ്ക്കും. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന വെള്ളം പോകാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം, നന്നായിട്ട് ഒരു തിള വരുന്നത് വരെ. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ചായ തിളച്ചിട്ടില്ല കേട്ടോ, ചായ തിളച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ചായയും തിളച്ച് കഴിഞ്ഞു. ഇനി പരിപ്പോടെയും ചായയൊക്കെ റെഡിയാക്കി എടുക്കട്ടെ, പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ ഒരു പ്ലേറ്റ് നിറയെ പരിപ്പോടെയും ചായയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് പരിപ്പോടെയൊക്കെ കഴിക്കട്ടെ. അതിനുശേഷം നമ്മുടെ റൈസ് കുക്കായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ആ മുളകിൽ തന്നെ കയറി കടിച്ചു കിട്ടാം. നല്ല എരിവുണ്ട് കണ്ടോ, കറക്റ്റ് മുളകിലാണ് കടിച്ചത്. അപ്പോൾ റൈസ് കുക്കായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി ചൂടൊക്കെ മാറി കഴിഞ്ഞിട്ട് ഒരു 6:30 ആകുമ്പോഴേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. വെള്ളം വറ്റിച്ചാണ് റൈസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ റൈസ് കുക്കായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കാണാം. അപ്പോൾ വൈകുന്നേരത്തെ വീണ്ടും കുറച്ച് ജോലികളൊക്കെ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ട് അടിച്ചു വരാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം എന്ന് വിചാരിച്ചു. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിലൊന്ന് അടിച്ചു വരാം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് തീർത്തിട്ട് വേണം ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട്. ഇതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ. അപ്പോൾ ഞാൻ എന്താ ഫ്രൈഡ് റൈസിൻ്റെ പരിപാടി തുടങ്ങുകയാണ്. ഫ്രൈഡ് റൈസിനായിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിച്ച് തുടങ്ങുകയാണ്. ഞാനിപ്പോൾ 1.5 കപ്പ് റൈസ് വേവിച്ചതിലേക്ക് ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര മുട്ട വേണം, 4 മുതൽ 6 മുട്ട വരെ എടുക്കാം, അത് നമ്മുടെ ചോയ്സാണ്. ഇപ്പം ഞാൻ 6 മുട്ടയിലാണ് ചെയ്യുന്നത്. ഇനി മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഇല്ല കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തത് കൊണ്ട് ക്യാരറ്റും ബീൻസും വെളുത്തുള്ളിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ സോയ സോസും ചില്ലി സോസും എടുത്ത് വെച്ചിട്ടുണ്ട്. റൈസ് വേവിച്ചത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ മുട്ട ഒന്ന് മാറ്റി വെച്ചിട്ട് മുട്ടയൊക്കെ ഒരു 3/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ബാക്കി നമ്മുടെ റൈസിൻ്റെ കൂടെ കുക്കായിക്കോളും. വീണ്ടും ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാണ്. ഒരു 3 വലിയ വെളുത്തുള്ളി, അത്രേ ഉള്ളൂ കേട്ടോ. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചൂടായി കുക്കായി വരുമ്പോൾ ഒരു ക്യാരറ്റും ഒരു 4 ബീൻസും അത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ്. നമ്മുടെ സോസുകൾക്ക് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇനി ഒരു 2.5 ടീസ്പൂൺ ചില്ലി സോസ്. ഗ്രീൻ ചില്ലി സോസ് ആയാലും കുഴപ്പമില്ല, റെഡ് ചില്ലി സോസ് ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു
1.5 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒരു പിഞ്ച് പഞ്ചസാര. വെജിറ്റബിൾസും സോസും എല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ്. റൈസിൻ്റെ കൂടെ തന്നെ സ്ക്രാമ്പിൾ ചെയ്തെടുത്ത മുട്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിക്കഴിഞ്ഞു. കാണാൻ പറ്റില്ലല്ലോ. ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇതും ഒരു കാഴ്ചയില്ലേ? ഇത് അത്ര വലിയ കാഴ്ചയൊന്നും ആവുന്നുണ്ടാവില്ല. ശരി. അപ്പം ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യട്ടെ. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് ചെക്ക് ചെയ്യുക. കുരുമുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പം ഞാനിനി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യട്ടെ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുക. ഈ ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളും കഴുകി വയ്ക്കുക എന്നുള്ളതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.